നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചതോടെ പ്രചാരണം ചൂടുപിടിച്ചു എന്ന് നമുക്ക് പറയാം. കാരണം സ്ഥാനാർത്ഥികളൊക്കെ വോട്ട് ചോദിച്ചും കുടുംബയോഗങ്ങൾ പങ്കെടുത്തുമൊക്കെ, മാത്രമല്ല ഈ മതനേതാക്കളൊക്കെ കണ്ടുകൊണ്ട് വോട്ടുറപ്പിക്കുക എന്നൊരു ലക്ഷ്യത്തോടു കൂടി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം. BJP ആണെങ്കിൽ 4 മണ്ഡലങ്ങളിൽ കൂടി ഇപ്പോൾ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നതോടെ എല്ലാ മണ്ഡലങ്ങളിലും 3 പ്രബല മുന്നണികൾക്കും വളരെ ശക്തരായ സ്ഥാനാർത്ഥികൾ ആകുകയാണ്. നമുക്കറിയാം, ഈ തിരഞ്ഞെടുപ്പ് കാലത്ത് എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയം മറന്നുള്ള നീക്കുപോക്കുകൾ ചില നേതാക്കൾ തമ്മിൽ നടത്താറുണ്ട് എന്നത് എപ്പോഴും തന്നെ ഉയരുന്ന ആരോപണമാണ്. അത്തരത്തിലുള്ള ആരോപണങ്ങൾ ഈ വട്ടവും ഉയരുന്നുണ്ട്. ചില സിനിമകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, അത്തരത്തിലുള്ള അന്തർധാര സജീവമാണ് എന്ന് പറയപ്പെടുന്ന തരത്തിലുള്ള വാക്കുകൾ മിക്ക നേതാക്കളും മറുചേരിക്കെതിരെ പ്രയോഗിക്കാറുള്ളത് നമ്മൾ കേട്ടുകേൾവിയുള്ള ഒരു പ്രയോഗം കൂടിയാണ്. എന്നാൽ പുതിയ അന്തർധാര സംബന്ധിച്ചിട്ടുള്ള വെടി പൊട്ടിച്ചിരിക്കുകയാണ് കോൺഗ്രസ് നേതാവും ഒപ്പം തന്നെ തൃശ്ശൂരിലെ സ്ഥാനാർത്ഥിയുമായിട്ടുള്ള കെ മുരളീധരൻ. എന്താണ് ആ തരത്തിലുള്ള അന്തർധാര? എന്താണ് അന്തർധാര? CPM-ഉം BJP-യും തമ്മിലാണ് ഒരു അന്തർധാര സജീവമാണ് എന്ന് കെ മുരളീധരൻ ആരോപിച്ചിരിക്കുന്നത്. അത് ഈ വടകരയും ഒപ്പം തന്നെ തൃശ്ശൂർ മണ്ഡലങ്ങൾ സംബന്ധിച്ചിട്ടുള്ള ഒരു ധാരണയായിട്ടാണ് പറയുന്നത്. അതിനുള്ള തെളിവായിട്ടാണ് BJP സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള കെ സുരേന്ദ്രൻ്റെ വാക്കുകൾ എന്നുകൂടി കെ മുരളീധരൻ പറഞ്ഞു വെക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതായത് ഈ മുരളീധരൻ തൃശ്ശൂരിലേക്ക് മാറിയപ്പോൾ വടകരയിൽ UDF സ്ഥാനാർത്ഥിയായിട്ട് എത്തിച്ചേർന്നത് പാലക്കാടിൻ്റെ MLA ആയിട്ടുള്ള ഷാഫി പറമ്പിലാണ്, കോൺഗ്രസിൻ്റെ നേതാവ്. വടകരയിൽ ഷാഫി പറമ്പിലും അവിടെ KK ശൈലജയുമാണ് നേരിട്ടുള്ള പോരാട്ടത്തിന് ഇറങ്ങുന്നത്. 2 പേരും MLA-മാരാണ് എന്നൊരു പ്രത്യേകതയുണ്ട്. ആര് ജയിച്ചാലും നിയമസഭയിലേക്ക് ഉപതെരഞ്ഞെടുപ്പ് നടക്കേണ്ടി വരും എന്നുള്ളതാണ് അവിടുത്തെ അവസ്ഥ. മട്ടന്നൂരാണോ പാലക്കാടാണോ ഉപതെരഞ്ഞെടുപ്പ് നടക്കുക എന്നറിയാൻ ജൂൺ 4 വരെ കാത്തിരിക്കേണ്ടി വരും എന്നുള്ള കാര്യത്തിലും സംശയമില്ല. അതേസമയം പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടക്കേണ്ടി വരില്ല എന്നുള്ള സുരേന്ദ്രൻ്റെ പ്രസ്താവനയാണ് കെ മുരളീധരൻ ആയുധമാക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ പാലക്കാട് മത്സരമില്ലെങ്കിൽ അതിനർത്ഥം ഷാഫി തോക്കും എന്നുള്ളതാണ്. CPM-ഉം BJP-യും തമ്മിൽ രഹസ്യധാരണ ഉണ്ടാക്കിയതിനുള്ള തെളിവായിട്ടാണ് സുരേന്ദ്രൻ്റെ ഈ പ്രസ്താവനയെ കെ മുരളീധരൻ എടുത്തു കാട്ടുന്നത് എന്നുള്ളതാണ്. വടകരയിൽ ഷാഫി പറമ്പിലിനെ പരാജയപ്പെടുത്തുക, അങ്ങനെ പരാജയപ്പെടുത്താനുള്ള ഒരു നീക്കം അവിടെ നടത്തുന്നുണ്ട്. എന്നിട്ട് BJP വോട്ടുകൾ ശൈലജയ്ക്ക് മറിച്ചു കൊടുക്കുക. ഇതിന് പകരമായിട്ട് തൃശ്ശൂരിൽ CPM-ൻ്റെ വോട്ടുകൾ അത് BJP സ്ഥാനാർത്ഥിയായിട്ടുള്ള സുരേഷ് ഗോപിക്ക് മറിച്ചു നൽകുക. അങ്ങനെ സുരേഷ് ഗോപിയെ വിജയിപ്പിക്കുക, ഷാഫി പറമ്പിലിനെ തോൽപ്പിക്കുക. ഇതാണ് ലക്ഷ്യം. ഇക്കാര്യം CPIM മനസ്സിലായിട്ടില്ല എന്ന്, CPIക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല എന്നാണ് മുരളി പരിഹസിക്കുന്നത്. കാരണം CPIയുടെ സ്ഥാനാർത്ഥിയാണ് തൃശ്ശൂരിലുള്ളത്. വടകരയിൽ പ്രഫുൽ കൃഷ്ണയാണ് BJPയുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത്. ഷാഫി പറമ്പിലെത്തിയ ശേഷം വലിയ ജനക്കൂട്ടം പങ്കെടുക്കുന്ന വലിയ നിരവധി പരിപാടികളൊക്കെ UDF അവിടെ സംഘടിപ്പിക്കുകയുണ്ട്. അതൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ എല്ലാവരും കണ്ടു കഴിഞ്ഞതുമാണ്. എന്നാൽ വടകരയിൽ വിജയം എന്ന് പറയപ്പെടുന്ന ഒരിക്കലും നമുക്ക് പ്രവചിക്കാൻ കഴിയില്ല. അത് പ്രവചനാതീതമായിട്ടുള്ളൊരു സംഭവമാണ്. സംസ്ഥാനത്ത് കടുത്ത മത്സരങ്ങൾ നടക്കുന്ന 2 മണ്ഡലങ്ങളിൽ ഒന്നാണ് വടകരയും മറ്റൊന്ന് തൃശ്ശൂരുമാണ്. ഇവിടെയാണ് ഇത്തരത്തിലുള്ള രഹസ്യധാരണ ഉണ്ടായിരിക്കുന്നതെന്ന് മുരളീധരൻ പറയുമ്പോൾ അതിനകത്ത് യാഥാർത്ഥ്യമുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. സമീപ ദിവസങ്ങളിൽ പിണറായി വിജയൻ്റെ പ്രസ്താവനകൾ ശ്രദ്ധിച്ചാൽ വലിയ മാറ്റം അതിലൂടെ നമുക്ക് കാണാൻ കഴിയുമെന്നുകൂടി മുരളീധരൻ പറഞ്ഞു വെക്കുന്നുണ്ട്. അദ്ദേഹം ഈ നരേന്ദ്രമോദിക്കെതിരെയോ അല്ലെങ്കിൽ അമിത്ഷായ്ക്കെതിരെയോ ഏതെങ്കിലും തരത്തിലുള്ള രൂക്ഷമായിട്ടുള്ള ഒരു പ്രതികരണം പിണറായി വിജയൻ നടത്തിയതായിട്ട് കാണാൻ കഴിയുന്നുണ്ടോ? എന്നാൽ അതേസമയം ഈ രാഹുൽ ഗാന്ധി എന്ന് പറയപ്പെടുന്ന വ്യക്തിത്വത്തെ, നേതാവിനെ നടന്ന് ചീത്ത പറയുന്ന ഒരു സ്വഭാവം കാണിക്കുന്നുണ്ട്. RSSൻ്റെ 2ാം നേതാവായി പിണറായി വിജയൻ അധപ്പതിച്ചിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. രഹസ്യധാരണ തങ്ങൾ തുറന്നു കാണിക്കും എന്നുള്ള കാര്യം കൂടി മുരളീധരൻ പറഞ്ഞു വെക്കുകയാണ്. മുരളീധരൻ പറയുന്ന ഈ കാര്യങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള സത്യാവസ്ഥയുണ്ടോ? ഉണ്ടാകണമല്ലോ, ഉണ്ടായിരിക്കണമല്ലോ. കാരണം തിരഞ്ഞെടുപ്പ് വന്നാലും തിരഞ്ഞെടുപ്പിൽ പരാജയം സംഭവിച്ചാലും ഇനി വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പുകളിൽ എന്തൊക്കെ നേട്ടമുണ്ടാക്കിയാലും പിണറായി വിജയനും പിണറായി വിജയൻ്റെ മകളും ഏതെങ്കിലും തരത്തിൽ ജയിലറകൾക്കുള്ളിലേക്ക് പോകുമോ എന്നൊരു ഭയം CPM-നെ മാത്രമല്ല പിണറായി വിജയനെയും പിണറായി വിജയൻ്റെ മകൾ വീണയെയും ബാധിച്ചിരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമില്ലല്ലോ. അതുകൊണ്ട് തന്നെ ജയിലറകളിലേക്ക് പോകാതിരിക്കുന്നതിന് വേണമെങ്കിൽ എന്ത് വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകുന്ന ഒരു സമീപനം CPM-ഉം പിണറായി വിജയനും എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഈ പറയുന്ന വടകര എന്നല്ല, തൃശ്ശൂർ എന്നല്ല, കേരളത്തിൻ്റെ 20 നിയോജക മണ്ഡലങ്ങളിലും ഏത് തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുവാനും CPM എന്ന് പറയപ്പെടുന്ന പാർട്ടിക്ക് കഴിയും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് വേണമെങ്കിൽ കെ മുരളീധരൻ പറഞ്ഞ ഈ വാദഗതികളോട് ഒരു 50% യോജിപ്പ് നമുക്ക് രേഖപ്പെടുത്താം. അതായത് സ്വന്തം മകളെയും
തന്നെയും ജയിലറകൾക്കുള്ളിലേക്ക് പെടുത്താതിരിക്കാൻ, അകപ്പെടാതിരിക്കാൻ വേണമെങ്കിൽ BJPയോട് ഒരു മൃദു സമീപനം സ്വീകരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ച. വടകരയിൽ ഷാഫി പറമ്പിലിനെയും തൃശ്ശൂരിൽ സുരേഷ് ഗോപിയെ വിജയിപ്പിക്കുകയും വടകരയിൽ ഷാഫി പറമ്പിലിനെ തോൽപ്പിക്കുകയും ചെയ്താൽ ഒരു വെടിക്ക് 2 പക്ഷിയല്ല 3ഓളം പക്ഷികളെ ലഭിക്കുമെന്നുള്ളതാണ് പിണറായി വിജയൻ്റെ ആശ്വാസം. അതായത് ഷാഫി പറമ്പിലിനെ തോൽപ്പിച്ചു കഴിഞ്ഞാൽ അതോടുകൂടി KK ശൈലജ എന്ന് പറയപ്പെടുന്ന വനിതാ മുഖ്യമന്ത്രിയാകാൻ കുപ്പായം തന്നെയിരിക്കുന്ന സഖാവ് ഡൽഹിയിലേക്ക് പറന്നുകൊള്ളും. ഷാഫി പറമ്പിലിനെ പരാജയപ്പെടുത്തി സുരേഷ് ഗോപിയെ വിജയിപ്പിച്ചാൽ അതിലൂടെ വീണ എന്ന് പറയപ്പെടുന്ന മകളും പിണറായി വിജയൻ എന്ന് പറയുന്ന അച്ഛനും ജയിലറകൾക്കുള്ളിലേക്ക് പോകുന്നതിന് ഒരു കാലതാമസം ഉണ്ടാകും. ഇനി മറ്റൊന്ന്, തൃശ്ശൂരിൽ സുരേഷ് ഗോപിയെ വിജയിപ്പിച്ചാൽ ഇതൊന്നും അറിയാതെ മത്സരിക്കുന്ന CPI എന്ന് പറയുന്ന പ്രസ്ഥാനത്തിനെ പാടെ തഴയാൻ പറ്റുന്ന ഒരു അവസരം കൂടിയാണ്. ഇതൊന്നും മനസ്സിലാക്കാതെ നിൽക്കുന്ന CPI വളരെ വലിയ ശക്തിയായി മാറുന്നു. അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പിൽ വിജയം നേടിയെടുക്കുവാൻ കഴിയുന്ന പ്രതീക്ഷയോടുകൂടി VS സുനിൽകുമാറിനെ ഇറക്കി മുന്നോട്ട് പോകുന്നൊരു കാഴ്ചയാണ് തൃശ്ശൂരിൽ കാണുന്നത്. പക്ഷേ അതെത്രത്തോളം ഫലപ്രദമാകും എന്നും പറയാൻ കഴിയില്ല. അവിടെയാണ് ഒരു വെടിക്ക് 3ഓളം പക്ഷികളെ വെടിവെച്ച് വീഴ്ത്തുവാനുള്ള കഴിവ് പിണറായി വിജയന് ലഭിക്കുന്നത്. അങ്ങനെ പിണറായി വിജയനും പിണറായി വിജയൻ്റെ മകളും ജയിലറകൾക്കുള്ളിലേക്ക് പോകാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് K മുരളീധരൻ പറയുന്നത് പോലൊരു അന്തർധാര സജീവമാക്കിയാൽ തൃശ്ശൂരിൽ സുരേഷ് ഗോപി വിജയിക്കും, വടകരയിൽ ഷാഫി പറമ്പിൽ തോൽക്കും, ഉറപ്പ്.